ഹായ് ഓൾ, വെൽക്കം ടു എക്സാംഫൈ ലേണിംഗ്. USSുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യനുകൾ ചെയ്യാൻ പോവാണ്. അപ്പം ഇന്ന് നമ്മൾ ബേസിക് സയൻസിലെ ചില ചോദ്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ചോദ്യം എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ, താഴെ പറയുന്നവയിൽ ഏതാണ് ദ്രവ്യമല്ലാത്തത്, മാറ്റർ അല്ലാത്തത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എയറുണ്ട്, കെറോസിൻ മണ്ണെണ്ണയുണ്ട്, അതേപോലെ തന്നെ ശബ്ദം സൗണ്ട് ഉണ്ട്, നൈട്രജൻ വാതകവും കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ നാലെണ്ണത്തിൽ ഏതാണ് മക്കളെ ഈ പറഞ്ഞ മാറ്റർ അഥവാ ദ്രവ്യമല്ലാത്തത്? ഓക്കെ, അപ്പോൾ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്താണ് മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം എന്ന് അറിയണം. എടാ, നമ്മൾ മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന മിക്ക സംഗതികളും മാറ്റർ ആണ്. ഒരു സംഗതി മാറ്റർ ആണെങ്കിൽ അതിന് രണ്ട് കാര്യം ഉണ്ടാവണം. ഒന്ന് സ്പേസ് ഉണ്ടാവണം, രണ്ട് മാസ് ഉണ്ടാവണം. സ്പേസ് എന്ന് പറഞ്ഞാൽ നിലനിൽക്കാനുള്ള സ്ഥലം ആവശ്യമുണ്ട്, അതേപോലെ തന്നെ മാസ് ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ആ സംഗതി എന്തായിരിക്കും? ദ്രവ്യമായിരിക്കും അഥവാ മാറ്റർ ആയിരിക്കും. അപ്പം നമ്മളെന്താണ്? മാറ്ററാണ്. എൻ്റെ കയ്യിലുള്ള പെൻ എന്താണ്? മാറ്ററാണ്. നമ്മൾ വായിക്കുന്ന ടേബിൾ അല്ലെങ്കിൽ പുസ്തകം എന്താണ്? മാറ്ററാണ് അല്ലേ? അതേപോലെ തന്നെ വെള്ളം, വാട്ടർ എന്താണ്? മാറ്ററാണ്. അപ്പം നമ്മളെ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയോ? വായു എന്താണ്? മാറ്ററാണ് അല്ലേ? എയർ അല്ലേ? മാറ്ററാണ്. അപ്പം ഇത് ഖരമാകട്ടെ അഥവാ സോളിഡ് ആവട്ടെ, അതേപോലെ തന്നെ ലിക്വിഡ് ആവട്ടെ, അതേപോലെ തന്നെ ഗ്യാസ് ആവട്ടെ, ഇതൊക്കെ എന്താണ്? മാറ്ററാണ്. ഈ പറഞ്ഞ ഗ്യാസ് ആണെങ്കിൽ പോലും അതിനെന്ത് വേണം? നിലനിൽക്കാൻ സ്ഥലം വേണം, അതേപോലെ തന്നെ അതിന് മാസ് ഉണ്ട്. നമുക്കിങ്ങനെ ഒറ്റയടിക്ക് വായിങ്ങനെ പിടിച്ചു കണ്ട് ഇത്ര കിലോഗ്രാം ഉണ്ടെന്ന് പറയാൻ പറ്റൂല, പക്ഷെ അതിനെന്തുണ്ട്? വളരെ കുറഞ്ഞ അളവിലുള്ള മാസ് ഉണ്ട്. അപ്പോൾ സോളിഡ് ആയിട്ടുള്ള ഖരപദാർത്ഥങ്ങളായിട്ടുള്ള ഐസ്, പെൻസില്, ആപ്പിള്, ട്രീ, ഇതൊക്കെ എന്താണ്? ദ്രവ്യമാണ്, മാറ്ററാണ്. ലിക്വിഡ് ആയിട്ടുള്ള റെയിന്, വാട്ടർ, മിൽക്ക്, ഇതെന്താണ്? മാറ്ററാണ്. ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള വാതകാവസ്ഥയിലുള്ള വാട്ടർ വേപ്പർ, നീരാവി, അതേപോലെ തന്നെ ഹോട്ട് എയർ ബലൂണ്, സ്റ്റീം, ഇതൊക്കെ എന്താണ്? മാറ്ററിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. ഓക്കെ, അപ്പൊ ഖരം, ദ്രാവകം, വാതകം എന്നുള്ളത് എന്താണ്? മാറ്ററാണ്, ദ്രവ്യമാണ്. അപ്പൊ നമ്മളെ ചോദ്യത്തിന് ഉത്തരം ഏത് വരും മക്കളെ? ഉത്തരം ഏത് വരും? വായു വാതകമല്ലേ? അപ്പൊ ഇത് വരൂല. മണ്ണെണ്ണ ലിക്വിഡ് അല്ലേ? ദ്രാവകമല്ലേ? അത് വരൂല. ശബ്ദം സൗണ്ട് ഖരമാണോ, ദ്രാവകാണോ, വാതകാണോ? എടാ, സൗണ്ടിന് മാസ് ഉണ്ടോ? ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 1 കിലോഗ്രാം സൗണ്ടാണ് എന്നാരെയും പറയോ? ഇല്ലല്ലോ. അപ്പൊ നമുക്കറിയാം ശബ്ദം അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സൗണ്ട് എന്തല്ല? ഈ പറഞ്ഞ മാറ്റർ, ദ്രവ്യം അല്ല. നൈട്രജൻ ഗ്യാസ് ആണ്. ഗ്യാസ് ആണെങ്കിലും അതെന്താണ്? ഈ പറഞ്ഞ ദ്രവ്യമാണ്. വാതകങ്ങൾ ദ്രവ്യമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? സി ആണ്, അഥവാ ശബ്ദമാണ്. ശബ്ദം, ലൈറ്റ്, ഇതൊന്നും എന്തല്ല? ഈ പറഞ്ഞ ദ്രവ്യം അഥവാ മാറ്റർ അല്ല എന്നുള്ളത് എന്ത് ചെയ്യുക? നമ്മൾ മനസ്സിലാക്കുക. റെഡി? ഓക്കെ, എങ്കിൽ നിങ്ങൾക്കിതാ ഒരു ചോദ്യം ഞാൻ തരികയാണ്. 3 അവസ്ഥകളിലും പ്രകൃതിയിൽ കാണപ്പെടുന്ന ഒരു ദ്രവ്യം ഏതാണ്? വാട്ട് മാറ്റർ ക്യാൻ എക്സിസ്റ്റ് ഇൻ ഓൾ 3 സ്റ്റേറ്റസ്? 3 അവസ്ഥകളിലും. ഏതൊക്കെ 3 അവസ്ഥ നമ്മൾ പറഞ്ഞു? ഖരം, ദ്രാവകം, വാതകം, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഈ 3 അവസ്ഥകളിലും കാണപ്പെടുന്ന ഒരു മാറ്റർ ഈ പറഞ്ഞതിൽ ഏതാണ്? കെറോസിൻ, കാർബൺ, ഓക്സിജൻ, വാട്ടർ. എങ്കിൽ മക്കളെ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ത് ചെയ്യുക? വേഗത്തിൽ ഈ വീഡിയോക്ക് താഴെ എന്ത് ചെയ്യുക? നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളെ USS എഴുതുന്ന മുഴുവൻ കൂട്ടുകാർക്കും എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്